എല്ലാവർക്കും റോവർ ഫുഡ് ക്ലബിലേക്ക് സ്വാഗതം. അപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ നെയ്ച്ചോറുമായിട്ട് വന്നപ്പോൾ പലരും ചോദിച്ചു നെയ്ച്ചോറ് തന്നെ എങ്ങനെ കഴിക്കും, ഒരു ചിക്കനോ മട്ടണോ ബീഫോ എന്തെങ്കിലുമൊക്കെ വേണ്ടെന്ന്. അപ്പം നമ്മളിപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് എന്നാ പറയുന്നത്, ഇവിടെ ചിക്കനൊക്കെ ബുക്കിംഗ് വരെ എടുക്കുന്ന ഒരു കണ്ടീഷനിലേക്ക് എത്തിയിരിക്കുന്ന അവസ്ഥയാണ്. അപ്പം അതുകൊണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാ പറയുന്നത്, നമ്മുടെ ബാച്ചിലേഴ്സ് ഐറ്റത്തിലെ വേറൊരു ഐറ്റം നിങ്ങൾക്ക് പരിചയപ്പെടുത്താമെന്ന് വിചാരിക്കുന്നത്. ഇതാകുമ്പോൾ എന്നാ വെച്ച് കഴിഞ്ഞാൽ സുലഭമായിട്ടുള്ളൊരു സംഭവമാണ്. നമ്മൾ മുട്ട കൊണ്ടുള്ള ഒരു ഐറ്റമാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ആക്ച്വലി ഗീ റൈസ് അല്ലെങ്കിൽ ഫ്രൈഡ് റൈസ്, ഈവൻ അപ്പം വരെയും കഴിക്കുമ്പോൾ നമുക്ക് സൈഡായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്ന ഒരു എഗ് ഫ്രൈ ആണ്. നിങ്ങൾക്കിത് ഉണ്ടാക്കാൻ മാക്സിമം ഒരു 15 മിനിറ്റ് ഒക്കെ മതി. വളരെ സിമ്പിളാണ്. ഈ 15 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഇത് സ്റ്റൗവിൽ ഇരുന്നാൽ മതി. നമ്മളിതിനകത്ത് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഐറ്റമാണ്. കാരണം നമ്മളിപ്പം ഒരു നെയ്ച്ചോറോ ഫ്രൈഡ് റൈസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി കഴിയുമ്പം നമുക്ക് നോൺ വെജ് ഒന്നും അവൈലബിൾ അല്ലാത്തൊരു കണ്ടീഷൻ ആണെങ്കിൽ നമുക്ക് എപ്പോഴും മുട്ട അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് മുട്ട കൊണ്ടുണ്ടാക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പരിപാടി. പെട്ടെന്നുണ്ടാക്കാം, വളരെ സിമ്പിളാണ്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. നമുക്കിതിന് ആകെപ്പാടെ വേണ്ടത് മുട്ട നമുക്ക് ആവശ്യത്തിന്. അപ്പം ഞാനിപ്പോൾ ഒരു 4 മുട്ട എടുത്തിട്ടുണ്ട്. നമുക്ക് കഴിച്ചു തീർക്കണമല്ലോ. അപ്പം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ മുട്ട എന്നുള്ള രീതിയിൽ നമ്മൾ 4 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒരു വലിയ സവോള, ഒരു എന്നാ പറയുന്ന ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 4 വെളുത്തുള്ളി, ഇത്രയും സംഭവമുള്ളൂ. പിന്നെ നമുക്ക് ഇതിനകത്ത് ഇടാൻ ഒരു ശകലം കാശ്മീരി മുളക് പൊടിയാണ് ബെറ്റർ. കുറച്ച് എരിവ് കുറവായിരിക്കും, എന്നാൽ അത്യാവശ്യം നമുക്ക് എരിവ് കിട്ടുകയും ചെയ്യും. അപ്പോൾ കാശ്മീരി മുളക് പൊടിയും പിന്നെ കുറച്ച് ഗരം മസാല, പിന്നെ നമുക്ക് കുറച്ച് എണ്ണ വേണം, കാരണം ഇത് എണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. ഇത്ര ഉള്ളൂ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയാണ്. നമുക്കൊരു ചെറിയ ചീനിച്ചട്ടി മതി. ആ ചീനിച്ചട്ടി ചൂടായി കഴിഞ്ഞാൽ അന്നേരം തന്നെ നമ്മൾ കുറച്ച് എണ്ണ ഒഴിക്കുകയാണ്. അപ്പം ഞാൻ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കോക്കനട്ട് ഓയിൽ വേണ്ടവർക്ക് കോക്കനട്ട് ഓയിലും യൂസ് ചെയ്യാം. അത് നമ്മൾ ആക്ച്വലി ഇതിനകത്ത് കുറച്ച് എണ്ണ, ഒരു സാധാരണ കടുക് പൊട്ടിക്കുന്നതിനേക്കാൾ കുറച്ച് കൂടുതൽ ഒഴിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ എണ്ണ ഇതിനകത്തൊരു ഒരു ചെറിയൊരു ഫ്രൈ പോലെ ആക്കി എടുക്കാൻ പോവുകയാണ്. അപ്പം ശരിക്കും നമ്മളൊരു 4 ടേബിൾ സ്പൂൺ അല്ല 5 ടേബിൾ സ്പൂൺ വേണമെങ്കിൽ നമുക്ക് എണ്ണ ഒഴിക്കാം. കാരണം അപ്പം ഈ 4 മുട്ട ഫ്രൈ ആയി വരണ്ടേ. ഞാൻ തീ കുറച്ചിരിക്കുകയാണ്. അപ്പം നമ്മൾ ചെയ്യുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള പരിപാടിയാണ്. നമ്മൾ ഈ എണ്ണ ഒന്ന് ചൂടായി തുടങ്ങിക്കഴിയുമ്പം നമ്മൾ ഈ വെളുത്തുള്ളി, ഇഞ്ചി, സവോള ഇതിനെ നമ്മൾ ഈ ഒരു എണ്ണക്കകത്തേക്ക് ഗ്രേറ്റ് ചെയ്തിടാൻ പോവുകയാണ്. തീ കുറച്ച് വെച്ചാൽ മതി. അപ്പം നമുക്ക് ഈ സാധനം ഗ്രേറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് കരിഞ്ഞൊന്നും പോകത്തില്ല. ഞാനൊരു 5 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ വെളുത്തുള്ളിയുടെ ഒത്തിരി എടുത്തു കഴിഞ്ഞാൽ വെളുത്തുള്ളിയുടെ ഒരു ചുവ വരും. ഒരു ഇത്ര ഇഞ്ചി എടുത്തിട്ടുണ്ട്. ആ എണ്ണയ്ക്കകത്ത് വെളുത്തുള്ളിയും ഇഞ്ചി ഒരു ഫ്രൈ ആയി വരുന്നതിന് നല്ലൊരു സ്മെല്ലുണ്ട്. നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ഞാൻ ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം. വെളുത്തുള്ളി അത്യാവശ്യം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമ്മുടെ ഇഞ്ചി ഒരു ശകലോടെ മൂത്ത് വരാനുണ്ട്. അത് കുഴപ്പമില്ല, ആ സംഭവം അവിടെ മൂത്ത് വന്നോട്ടെ. നമുക്ക് പതുക്കെ സവോള ഇതിനകത്തേക്ക് ഗ്രേറ്റ് ചെയ്തിടാം. നല്ലൊരു മണമുണ്ട് കേട്ടോ. ഞാൻ നോൺ സ്റ്റിക്കിലല്ലാത്തതുകൊണ്ട് ഇടയ്ക്ക് ഇളക്കി കൊടുത്തേ പറ്റുള്ളൂ. കുഴപ്പമില്ല, അടിയൊന്നും പിടിക്കില്ല.
ഈ ഒരു പീസും കൂടെ നമുക്ക് ഇതിനകത്ത് ഗ്രേറ്റ് ഇടാം. നമ്മൾ ആദ്യം ഗ്രേറ്റ് ചെയ്ത് സവോളയുടെ കളർ മാറി വരാൻ തുടങ്ങി. ആ പ്രശ്നമില്ല, അപ്പോൾ 2 മിനിറ്റത്തെ പരിപാടിയിലുള്ളൂ, നമുക്ക് പെട്ടെന്ന് പരിപാടി തീർത്തെടുക്കാം. നമ്മളിവരെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പിടാൻ പോവാണ്. അത്യാവശ്യം സവോള വഴകാനും പിന്നെ ഒരു ശകലം ആ ഒരു എഗ്ഗില് നമുക്ക് ആ ഉപ്പും എല്ലാം ഫീൽ ചെയ്യണമല്ലോ, അപ്പൊ അതിനുള്ള ഒരു കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. സംഭവം സവോളയുടെ ഒക്കെ കളറ് നല്ലപോലെ ചേഞ്ച് ആയിട്ടുണ്ട്. ഇതിന്റെ ആ ഒരു സ്മെല്ലാണ്, ഫുഡ് ഉണ്ടാക്കുമ്പോൾ സ്മെല്ല് വരിക എന്നുള്ളത് എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു പരിപാടി. അത് ആ ഒരു സ്മെല്ല് വന്നു കഴിയുമ്പം നമുക്ക് കഴിക്കാൻ തോന്നും. ഇതിപ്പോൾ ഒരു 3/4 വഴന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്നാ വെച്ചാൽ അത്യാവശ്യം മോശമല്ല ഇത് സംഭവം, നല്ല ഇത് ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും ക്രിസ്പി ആയി വരും. നമുക്ക് ഇതിനകത്തേക്കൊരു 1 സ്പൂൺ മുളക് പൊടി ഇടാം. നിങ്ങൾക്ക് വേണമെങ്കിൽ വേണമെങ്കിൽ നല്ലപോലെ വേണമെങ്കിൽ മാത്രം കുറച്ച് കൂടുതൽ ഇട്ടാൽ മതി. പിന്നെ കുരുമുളക് പൊടി വേണ്ടവർക്ക് ഇടാം. ഞാനിപ്പോൾ എന്നാ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി സ്പൈസി വേണ്ടാത്തതുകൊണ്ട് കുരുമുളക് പൊടി ഇടുന്നില്ല. പിന്നെ അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് കുരുമുളക് പൊടിയുടെ ടേസ്റ്റ് അല്ല, അപ്പോൾ അതുകൊണ്ട് വളരെ നിർബന്ധമാണ് കുരുമുളക് പൊടി ഇടുക. പിന്നെ കരിയാപ്പില വേണ്ടവർക്ക് ഇടാം, ഞാനത് കരിയാപ്പില ഒഴിവാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ വത്തലമുളകും വേണമെങ്കിൽ ഇടാം. കാരണം ഞാൻ പല രീതിയിൽ നോക്കിയിട്ട് എനിക്ക് ഏറ്റവും ഒരു ഇഷ്ടപ്പെട്ടത് ഈ ഒരു എന്താ പറയുന്നത് കോമ്പിനേഷൻ ആയതുകൊണ്ടാണ് ഞാൻ അതൊക്കെ ഒഴിവാക്കിയത്. പിന്നെ നമുക്കൊരു 1 ടീസ്പൂൺ എടുത്ത് നമ്മൾ ഗരം മസാല ആണ് ഇട്ടിരിക്കുന്നത്. ഇത്രേ ഉള്ളൂ മസാലയുടെ പരിപാടി. ഇനി ഇതിപ്പോൾ സംഭവം ആ ഒരു പച്ചമണം അങ്ങോട്ട് മാറിക്കഴിയുമ്പം നമുക്ക് മുട്ട ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് വേറെ ഒരു സംഭവം ചേർക്കാനില്ല. ആ മസാലയുടെ ആ മണം അങ്ങ് മാറി. ഇനി നമുക്ക് മുട്ട ഇട്ട് കൊടുക്കാം. ഞാനത് ഇപ്പോൾ കീറുന്നൊന്നുമില്ല, നേരെ അങ്ങനെ തന്നെ ഇടുകയാണ്. തീ കുറച്ച് തന്നെ ഇടുക. ഇനിയിപ്പോൾ എന്നാ വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നമുക്ക് ഇത് പതുക്കെ ഈ ഒരു മസാല ഈ മുട്ടയിലേക്ക് നല്ലപോലെ പിടിച്ചു വരും. ഒരു ചെറിയ രീതിയിൽ ഒരു എന്നാ പറയുന്നത് ഒരു കോട്ട് മാറും മുട്ടയുടെ പുറം. അപ്പോൾ നമുക്ക് ആ എണ്ണക്കകത്ത് ഒരു സെമി ഫ്രൈ പോലെ നമ്മൾ ഫ്രൈ ആക്കി എടുക്കുകയാണ്. ഇത് സംഭവം വളരെ സിമ്പിളായിട്ടുള്ളൊരു പരിപാടിയാണ്. ഞാനിപ്പോൾ എന്നാ വെച്ചാൽ കുറച്ചും കൂടെ ഉള്ളതുകൊണ്ടാണ് എരി കുറച്ചത്. പക്ഷെ നിങ്ങൾക്ക് ഇപ്പം ഗീ റൈസ് ഒക്കെ എന്നാ വെച്ചാൽ ഒരു ശകലം മധുരമുള്ള ഒരു ഐറ്റം ആയതുകൊണ്ട് നമുക്ക് അങ്ങനെയുള്ളപ്പോൾ ഒരു ശകലോടെ മുളക് പൊടി ഇട്ടാലും പ്രശ്നമില്ല. അപ്പോൾ പിള്ളേർക്കൊക്കെ കഴിക്കണമെങ്കിൽ നമ്മൾ ഇച്ചിരി മുളക് പൊടി കുറച്ചിടുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇത് സംഭവം ഈ ആർക്കും കഴിക്കുക എന്നുള്ളൊരു സൈക്കോളജി വെച്ചാണ് ഞാനിപ്പം മുളക് പൊടി കുറച്ചിട്ട്. സാധാരണ നമ്മൾ ബാച്ചിലേഴ്സ് റൂമുകളൊക്കെ ആണെങ്കിൽ ഞാൻ ഇപ്പോൾ ഈ 4 മുട്ടയ്ക്കൊരു 1.5-1.25 സ്പൂൺ എടുത്ത് മുളക് പൊടി ഇടുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ വീട്ടിലായതുകൊണ്ട് സംഭവം ഇച്ചിരി മുളക് പൊടിയുടെ ക്വാണ്ടിറ്റി കുറച്ചാണ്. കാരണം നമുക്കിങ്ങനെ ഗീ റൈസ് അല്ലെങ്കിൽ അതുപോലെയുള്ള സാധനത്തിലൂടെ കഴിക്കുമ്പം ഇതിന് നല്ല സ്പൈസി ആയാലും നമുക്ക് അതിന് മധുരമായതുകൊണ്ടൊരു ബാലൻസിലങ്ങ് പൊക്കോളും. ഇതിപ്പോൾ സവോളയൊക്കെ സവോളയുടെ കളർ മാറി, ഇത് സവോള ഒരു ക്രിസ്പി ആയി മാറി വരും. ആ മുട്ടയുടെ ഒരു ആ കളറൊക്കെ അങ്ങ് മാറി വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ സവോള അത്യാവശ്യം നല്ലപോലെ ക്രിസ്പി ആയി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ആ മുട്ട അതിനകത്ത് കിടന്ന് സവോള ഫ്രൈ ആകുന്ന ഒരു സമയം കൊണ്ട് മുട്ടയ്ക്ക് ആ ഒരു ഫ്ലേവർ നല്ലപോലെ കിട്ടും. നമുക്ക് മുട്ട കഴിക്കുമ്പോൾ അത് ഫീൽ ചെയ്യാൻ പറ്റും. നമ്മുടെ സവോളയെല്ലാം നല്ലപോലെ ക്രിസ്പി ആയിട്ടുണ്ടോ. മുട്ട ഫ്രൈ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് പിന്നെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം.
അപ്പോൾ നമ്മുടെ അടിപൊളി മുട്ട ഫ്രൈ റെഡിയായി കഴിഞ്ഞു. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി പരീക്ഷിച്ച് നോക്കണം. എല്ലാവരും നോക്കിയിട്ട് അതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്നൊക്കെ നോക്കി കഴിച്ച് നോക്കിയിട്ട് കമൻ്റായിട്ട് എഴുതിയാൽ മതി. സംഭവം വളരെ സിമ്പിളാണ്, പെട്ടെന്ന് ഉണ്ടാക്കാം. ഇതിനേക്കാൾ ഇത് വളരെ ഇൻഗ്രീഡിയൻസും കുറവാണ്. സംഭവം വളരെ ഡെലീഷ്യസ് ആണ്. മുട്ട ആയതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല താനും. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് പറയണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നല്ലൊരു ഡിഷാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയായിട്ടും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെയും ബൈ ബൈ.